ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം ഗായ്സ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് കോതി വെച്ചിട്ട് സെറ്റാക്കാൻ കരുതി ഒരു ഹെയർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം ഗായ്സ് ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വലിയ സംഭവമൊന്നുമല്ല. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസേഷൻ അപ്ലൈ ചെയ്യുക. ഡോട്ട് ആൻഡ് ഗീൻ്റെയാണ്. നെക്കി പിന്നെ വലിച്ചെടുക്കുന്നു ഞാൻ, കാരണം അതിലില്ല ഗൈസ്. സോ അതൊക്കെ ഇട്ട് ചില സമയത്ത് ഞാൻ നല്ലോണം ഇടും, ചില സമയത്ത് കോളാക്കിയിടും. ഞാനിങ്ങനെ ഇടണ ഗൈസ്. ചില സമയത്ത് മോയ്സ്ചറൈസേഷൻ മുഖം അങ്ങോട്ട് വലിച്ച് കീറി ഒട്ടിച്ച്. അപ്പം നമ്മൾ മോയ്സ്ചറൈസേഷൻ ഇട്ടു, സെറ്റായി. ഒരു ഗ്ലോ ഇല്ല ഗൈസ്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇസ് മസ്റ്റാണല്ലോ. എവിടെ പോയാലും സൺസ്ക്രീൻ വാരിപ്പൊത്തലാണ് എൻ്റെ പണിയല്ല, ഈ വെയിലത്ത് എല്ലാവരുടെ പണി അത് തന്നെ ഇരിക്കും. സോ നല്ലോണം സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ? വലിയ മാറ്റമൊന്നുമില്ലല്ലേ. അടുത്ത നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കിടക്കാം. ഒരു പേരില്ലാത്ത ഫൗണ്ടേഷനാണ് ഗൈസ്. ഇതിൻ്റെ കവർ ഞാൻ പറിച്ചു കളഞ്ഞുകൊണ്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. സോ എന്തോ ഒരു ഫൗണ്ടേഷൻ, എവിടെ നിന്നോ കിട്ടിയ ഫൗണ്ടേഷനാണ് ഗൈസ്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് ഗൈസ്. കാറ്റൊന്നും കൊണ്ട് നല്ല സുഖം. അപ്പോൾ ഫൗണ്ടേഷൻ ഇച്ചിരി ത്രെഡൊന്നും ചെയ്തില്ല ഗൈസ്. അതൊന്നും നല്ല കോലമുണ്ട് ഗൈസ്. ഇടയ്ക്ക് അവിടെ കണ്ണാടി ഉണ്ട് ഗൈസ്, അതാ നോക്കുന്നത്. സോ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യണം ഗൈസ്. എന്തൊക്കെയോ കഴുത്തിലും ഇതിലും ഒക്കെ ഇടണമല്ലോ, എന്നാലല്ലേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. സോ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ ഗൈസ്. സോ ഫൗണ്ടേഷനൊക്കെ നല്ലോണം മുഖത്തൊക്കെ അപ്ലൈ ചെയ്തു. ഇടയ്ക്ക് ഞാൻ കണ്ണാടി നോക്കുന്നുണ്ട് ഗൈസ്, അതിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന. അടുത്ത് നമ്മൾ ഒരു ഹൈലൈറ്റഡ് പോലെ സ്ട്രോബ് ക്രീം, അതും ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു ഗൈസ്. ഒന്നുമില്ല അതിൽ. നെക്കിപ്പീന് വലിച്ചെടുത്തു. മലയാളികളുടെ സ്വഭാവം ഞാൻ ഇവിടെയും കാണിച്ചു. സോ നെക്കിപ്പീൻ എടുത്ത ശേഷം ഞാനത് ഇട്ടു ഗൈസ്. ഹൈലൈറ്റർ ഇതിട്ട് കഴിയുമ്പോൾ എൻ്റെ മുഖത്തുള്ള ഗ്ലോ ഒരു വേറെയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഹൈലൈറ്റർ ഇട്ടു. ഇപ്പം നോക്കി, നല്ല തിളക്കില്ലേ? നല്ല തിളക്കല്ലേ ഗൈസ്? എനിക്കിഷ്ടപ്പെട്ടു. ദെൻ പൗഡർ, കോമ്പാക്ട് പൗഡർ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ പൗഡർ ടാൽക്ക് ആ സംഭവം യൂസ് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ ഹിമാലയ, ചിലപ്പോൾ ഒറിഫ്ലെയിമിൻ്റെ ഈ സംഭവം പൗഡർ ഇട്ട് പകുതി പറത്തിക്കളഞ്ഞു. അതാണ് എൻ്റെ ട്രെൻഡ്. ഞാൻ പൗഡർ ഇട്ട് ഗൈസ് തുടച്ചൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്തു. വീണ്ടും നായിട്ടു ഗൈസ്, അത് ശരിയായില്ല. അപ്പോൾ ഒന്നുകൂടി ഇട്ടു. അപ്പോൾ പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു ഗൈസ്. ഹോഫ്, എന്തൊരു ആശ്വാസം. അടുത്തത് ഇടാൻ പോകുന്നത് ഐഷാഡോ. ഏതൊരു ഐഷാഡോ, ബ്രാൻഡഡ് ഒന്നുമല്ല, ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ഐഷാഡോ ആണ്. മീഡിയം പോലും ഇല്ല, എന്നാലും മീഡിയം റേഞ്ചിരിക്കട്ടെ. ആദ്യം ഒരു ഐഷാഡോ ഇട്ടപ്പോൾ അത് കളർ പോലെ ആകുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ കളർ ട്രൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ട്രൈ ചെയ്യാം. ഇത് അത്യാവശ്യം അപ്പോൾ കളറുള്ള ഐഷാഡോ ഇട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഐഷാഡോ നല്ല രീതിയിൽ സ്പ്രെഡ്. എനിക്ക് ബ്രഷ് കൊണ്ടിരുന്നതിനെക്കാട്ടി എൻ്റെ കൈയാണ് എൻ്റെ ബ്രഷ്. കൈയാണ് എൻ്റെ അതാണ് എൻ്റെ. സോ എൻ്റെ എല്ലാവർക്കും ഐഷാഡോ പാലറ്റ് ഉണ്ടാവും. എനിക്ക് 3 ഐബ്രോസ് ആണ്, ഒന്ന് ബ്രൗൺ, ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒരു ബ്രഷ് പോലത്തെ സാധനം. അപ്പോൾ ഇതാണ് ഗൈസ്. ഫോണിൽ നോക്കിയിട്ടാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ മിറർ നോക്കിയിടാം ഗൈസ്. നിങ്ങൾ കണ്ടോളൂ. വാരിപ്പൊത്തുക എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. ഞാൻ പ്രൊഫഷണലായിട്ട് ഇടുന്ന ഒരാളല്ല. മേക്കപ്പ് വരും കുറച്ച് നാൾ മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. സോ ഇത് നന്നായിട്ട് ഇട്ടിട്ട് ഞാൻ വരാം ഗൈസ്, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ടാൻ അടിച്ച് സങ്കടത്തിൽ മുഖമൊക്കെ ടാൻ അടിച്ച് മെല്ലിട്ടുണ്ട്. അടുത്തത് ലിപ്പ്. ആദ്യം ഞാൻ വാസ്ലൈൻ ഇടും. വാസ്ലൈൻ തീർന്നു ഗൈസ്, അതും തീർന്നു, എല്ലാം തീർന്നു ഗൈസ്. ആദ്യം ലിപ് ബാം ഇട്ടു. അതിനുശേഷം SPFൻ്റെ നമ്മുടെ വിഷ് കെയറിൻ്റെ ലിപ് ടിൻ്റെയുടെ ലിപ് ബാം ഇട്ടു. അതും അതിൻ്റെ മേളിലിട്ടു. എല്ലാം ഞാൻ ഇടും, ഒന്നും വിടില്ല. അടുത്തതാണ് ലിപ്സ്റ്റിക്ക്. പിന്നിടാം ഗൈസ്. അത് ഐലിനർ ഇടാം. ഐലിനർ ലാക്മേയുടെ, എനിക്ക് വേറെ ഒന്നും വരച്ചാൽ സെറ്റ് ആവില്ല. ലാക്മേയുടെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഐലിനർ ഇട്ട് സെറ്റ് ചെയ്തു ഗൈസ്.
അടുത്തതാണ് മസ്കാര. ഈ സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെ ഇടണമെന്നറിയില്ല, പക്ഷെ എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മസ്കാര എങ്ങനെ ഇടുന്നതെന്ന് അറിയില്ല, കാരണം ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഗൈസ്. അതിനുശേഷം ലിപ് കോംബോ ആണ്. എനിക്കിങ്ങനെ മിക്സഡ് ലിപ്പാണ്, ലിപ്പ് ഷെയ്ഡ് ഇടാനും ഇഷ്ടം. ഒറ്റ ലിപ്സ്റ്റിക്കിൽ ഞാൻ ഒതുങ്ങില്ല, ഞാൻ 3 ലിപ്സ്റ്റിക്കെങ്കിലും മാക്സിമം ഇടും. പക്ഷേ ഇതിൽ ഞാൻ 2 ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അതും മിററിൽ നോക്കിയാലേ സെറ്റാവും. ലിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഞാൻ ജീവിക്കില്ല. ബാക്കി എന്തിടും ജീവിക്കും, പക്ഷേ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ സംഭവം ഇടുന്നു. ഇതും ലിപ്സ്റ്റിക്കാണ് ഗൈസ്. അതും തീർന്നു ഗൈസ്, കുറച്ചുള്ളൂ. നെക്കി പീനെടുത്തു. അതൊരു കോളർ സെൻസ് അങ്ങനെ എന്തോ ഒരു പേരാണ്. അതിൻ്റെ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടു.